ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് കേറ്ററ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് കേറ്ററ്റ് കാറ്റഗറി 2 എക്സാമുമായി ബന്ധപ്പെട്ട് സൈക്കോളജിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് നോക്കാം. ബുദ്ധി എന്ന ടോപ്പിക്ക് നമുക്ക് നോക്കാം. എന്താണ് ബുദ്ധി? എന്താണ് ഇന്റലിജൻസ്? ഒരു വ്യക്തിക്ക് പുതിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനും അതുപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും യുക്തിപരമായിട്ട് ചിന്തിക്കാനും അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനും ഒക്കെ സഹായിക്കുന്ന നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ മാനസിക കഴിവിന്റെ ശേഷിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബുദ്ധി എന്ന് പറയുന്നത്. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും വ്യക്തിയുടെ മാനസിക ശേഷി, ഒരു വ്യക്തിക്ക് മാനസിക ശേഷി ഉണ്ടായിരിക്കുമല്ലോ, ഈ മാനസിക ശേഷിയുടെ കഴിവിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്. ബുദ്ധിയുടെ നിർവചനങ്ങൾ നോക്കുവാണെങ്കിൽ ആൽഫ്രഡ് ബിനെ പറഞ്ഞിട്ടുണ്ട്, പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവാണ് ബുദ്ധി എന്ന്. അതുപോലെ തന്നെ ലൂയിസ് ടെർമാൻ പറഞ്ഞിട്ടുണ്ട്, അമൂർത്തമായ ആശയങ്ങൾ ചിന്തിക്കാനുള്ള കഴിവാണ് ബുദ്ധി എന്ന്. അപ്പൊ ഇതൊക്കെ ഓരോരോ നിർവചനങ്ങളാണ്. അതുപോലെ തന്നെ ബുദ്ധിയുടെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ പഠിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുന്നു, പ്രശ്ന പരിഹാര ശേഷി, നമ്മളെ കൊണ്ട് ഓരോരോ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആ ഒരു ശേഷി ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നുണ്ട് ബുദ്ധി, യുക്തിപരമായ ചിന്ത വളർത്തിയെടുക്കാൻ, അതുപോലെ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ, മാത്രമല്ല തീരുമാനമെടുക്കാൻ, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ, ഇതെല്ലാം തന്നെ ബുദ്ധി സഹജമായിട്ട് നമുക്ക് ലഭിക്കുന്ന കഴിവുകളാണ്, സവിശേഷതകളാണ്. ഇനി വ്യക്തികളുടെ ബുദ്ധി എപ്പോഴും ഒരുപോലെ ഇരിക്കും? അല്ല, വ്യത്യാസപ്പെട്ടിരിക്കും. അതാണ് നമ്മൾ IQ കണ്ടെത്തുന്നത്. പലരുടെയും IQ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ പരിസ്ഥിതിയും പാരമ്പര്യവും ബുദ്ധിയെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെ? വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് പോലെ ബുദ്ധിയും പാരമ്പര്യത്തെയും അതുപോലെ തന്നെ പരിസരത്തെയും സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെയാണ് പാരമ്പര്യം പരിസരവും ബുദ്ധിയെ സ്വാധീനിക്കുന്നത്? പാരമ്പര്യപരമായിട്ടല്ലേ, മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ജനിതക ഗുണങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ട്, അല്ലെ? നല്ല ബുദ്ധിയും നല്ല വിവരവും വിദ്യാഭ്യാസവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കാനുള്ള കഴിവുള്ള, അല്ലെങ്കിൽ നല്ല രീതിയിൽ സയന്റിഫിക് ആയിട്ട് ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ശേഷിയുള്ള ഒരു വ്യക്തിയുടെ മകനാണെങ്കിൽ അതുപോലുള്ള ബുദ്ധിപരമായ സവിശേഷതകൾ ആ കുട്ടിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നന്നായി പാട്ട് പാടാൻ കഴിയുന്ന അല്ലെങ്കിൽ നന്നായി നൃത്തം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് കുട്ടിയുടെ അമ്മയെങ്കിൽ, അച്ഛനെങ്കിൽ കുട്ടിക്കും ആ കഴിവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് ജനിതകപരമായിട്ട് പാരമ്പര്യപരമായിട്ട് ബുദ്ധിയുടെ ഘടകങ്ങൾ ആകുന്നത്. അതുപോലെ പരിസ്ഥിതികപരം അല്ലെങ്കിൽ പരിസരത്ത് നിന്ന് കുട്ടിക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്, കുടുംബാന്തരീക്ഷവും വിദ്യാലയവും, അല്ലെ? ബുദ്ധി വികസിക്കാൻ വേണ്ടിയിട്ട് പരിസര ഘടകങ്ങളായിട്ട് നിൽക്കുന്ന 2 പ്രധാനപ്പെട്ടതാണ് കുടുംബാന്തരീക്ഷം. കുട്ടി നിലനിൽക്കുന്ന അന്തരീക്ഷം എത്രത്തോളം നല്ലതാണ് എന്നതിനനുസരിച്ച് കുട്ടിയുടെ ബുദ്ധി, കഴിവ്, ഇതിനെയെല്ലാം ഈ കുടുംബാന്തരീക്ഷം സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാലയവും, അല്ലെ? മാത്രമല്ല അധ്യാപകർ, പോഷകാഹാരം, ആരോഗ്യസ്ഥിതി, സാമൂഹിക സാംസ്കാരിക സാഹചര്യം, പഠനാനുഭവം, ഇതെല്ലാം തന്നെ പരിസരവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നമുക്ക് ബുദ്ധി സിദ്ധാന്തങ്ങൾ, ഈ പരിസരവും പാരമ്പര്യവും അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ബുദ്ധിയുടെ ഘടകങ്ങള് ബുദ്ധിയെ പാരമ്പര്യവും പരിസരവും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ പാരമ്പര്യപരമായിട്ടുള്ള ഘടകങ്ങൾ ഏതാ, പാരിസ്ഥിതികപരമായിട്ടുള്ള ഘടകങ്ങൾ ഏതാന്നൊക്കെ ചോദിച്ചു ഓപ്ഷൻസ് എന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. ഈ പഠനാനുഭവവും സാമൂഹിക സാംസ്കാരിക സാഹചര്യം, അധ്യാപകൻ, പോഷകാഹാരം ഒക്കെ പരിസരവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ആരോഗ്യസ്ഥിതി, വിദ്യാലയം, കുടുംബം, ഇതെല്ലാം തന്നെ പരിസരവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ബുദ്ധിയുടെ സിദ്ധാന്തങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ തിയറീസ് ബൈ ഇന്റലിജൻസ്, അല്ലെ? അതിൽ ആദ്യത്തെ സിദ്ധാന്തമാണ് ഏകഘടക സിദ്ധാന്തം എന്ന് പറയുന്നത്. ഏകഘടക സിദ്ധാന്തം പേര് പോലെ തന്നെ ഒരൊറ്റ ഘടകമാണ് ബുദ്ധിക്കുള്ളത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ആരാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്? ആൽഫ്രഡ് ബിനെയാണ് ഏകഘടക സിദ്ധാന്തം അല്ലെങ്കിൽ സിംഗിൾ ഫാക്ടർ തിയറി ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പൊ ബുദ്ധിക്ക് ഒരേ ഒരു ഘടകം മാത്രമാണ്, അല്ലെങ്കിൽ ബുദ്ധി ഒരൊറ്റ മാനസിക ശക്തിയാണ് എന്നാണ് ആൽഫ്രഡ് ബിനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓരോ സിദ്ധാന്തവും ആരുടേതാണെന്ന് മറക്കാതെ ഓർത്തു വെക്കണം. ഏകഘടക സിദ്ധാന്തം അല്ലെങ്കിൽ സിംഗിൾ ഫാക്ടർ തിയറി എന്ന് പറയുന്നത് ആൽഫ്രഡ് ബിനെയുടേതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിക്ക് ഒരേ ഒരു ഘടകം, ബുദ്ധിക്ക് ഒരൊറ്റ മാനസിക ശക്തിയാണുള്ളത്. ഒരു വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരൊറ്റ ബുദ്ധിശക്തിയിൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ബുദ്ധിയെ വിഭജിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനൊരു പോരായ്മയായിട്ട് പറയുന്നത് എല്ലാ കഴിവുകളെയും ഒരൊറ്റ ഘടകം കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല എന്നാണ് എല്ലാവരും ഇതിനൊരു പോരായ്മയായി കണ്ടെത്തിയത്.
ഇനി ദ്വിഘടക സിദ്ധാന്തത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ 2 ഫാക്ടർ തിയറി എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഘടകമാണ് എന്തിലുള്ളത്, ബുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം പറഞ്ഞു വെച്ചേക്കുന്നത്. ആരാണ്? സ്പിയർമാൻ ആണ്. ചാൾസ് സ്പിയർമാൻ ആണ് ദ്വിഘടക സിദ്ധാന്തം അല്ലെങ്കിൽ 2 ഫാക്ടർ തിയറിയെ ആവിഷ്കരിച്ചത്. ഇദ്ദേഹം ബുദ്ധിക്ക് 2 ഘടകങ്ങളുണ്ട്, 2 ഘടകങ്ങൾ ചേർന്നതാണ് ബുദ്ധി എന്ന് പറയുന്നു. ഈ 2 ഘടകങ്ങൾ ഏതാണ്? ജി ഫാക്ടറും എസ് ഫാക്ടറും. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ജി ഫാക്ടറും എസ് ഫാക്ടറും ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് ബുദ്ധി മനഃശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടതാണ്? സ്പിയർമാനുമായി ബന്ധപ്പെട്ടതാണ്. സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തം അല്ലെങ്കിൽ 2 ഫാക്ടർ തിയറിയുമായി ബന്ധപ്പെട്ടതാണ് ജി ഘടകം അല്ലെങ്കിൽ എസ് ഘടകം. ജി ഘടകം എന്ന് പറയുന്നത് ജനറൽ ഇന്റലിജൻസും എസ് ഘടകം എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഇന്റലിജൻസുമാണ്. അപ്പോൾ ജി ഘടകവുമുണ്ട്, എച്ച് ഘടകവുമുണ്ട്. ഇതില് ജി ഘടകം എന്ന് പറയുന്നത് ജനറൽ ഇന്റലിജൻസും പൊതുവായ ബുദ്ധി, എസ് ഘടകം അല്ലെങ്കിൽ എസ് ഫാക്ടർ എന്ന് പറയുന്നത് സ്പെസിഫിക് ഇന്റലിജൻസ്, പ്രത്യേക ബുദ്ധി. ഇത് രണ്ടുമാണ് ആരുടെയാണ്? സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന 2 ഘടകങ്ങൾ. ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ആദ്യം തന്നെ നമുക്ക് ജി ഫാക്ടർ എന്താ നോക്കാം. ജനറൽ ഫാക്ടർ എന്താണ്? ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു വ്യക്തി ഏത് കാര്യവും പഠിക്കാൻ കഴിവുള്ളവനാണെന്ന് വിചാരിക്കുക, എന്ത് മനസ്സിലാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പൊതുവായ ശക്തി അവനുണ്ട്. അതാണ് ജി ഫാക്ടർ. ഉദാഹരണം, ഒരു വ്യക്തി മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, ശാസ്ത്രം തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും നല്ല മാർക്ക് നേടുവാണ്. എല്ലാത്തിനും അവൻ സമർത്ഥനാണ്. പൊതുവായ ഘടകം അല്ലെ, പൊതുവായ ഒരു ബുദ്ധി എല്ലാത്തിനെയും ഒരുപോലെ കൊണ്ടുപോയി ഒരുപോലെ പഠിച്ച് ഒരുപോലെ മാർക്ക് വാങ്ങി മുന്നേറുകയാണ് ഒരു കുട്ടി. അവിടെ അവനിൽ ഉണ്ടാകുന്നത് ജി ഘടകം അല്ലെങ്കിൽ ജനറൽ ഫാക്ടറാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പൊതുവായ ബുദ്ധിശക്തി അവനുണ്ട്. ഏത് മേഖലയിലും ഏത് പ്രവർത്തനവും ചെയ്യാനുള്ള പൊതുവായ ഒരു ബുദ്ധി അവനിലുണ്ട്. ഇനി എസ് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ് എസ് ഫാക്ടർ? ഒരു പ്രത്യേക വിഷയത്തിലോ പ്രവർത്തനത്തിലോ മാത്രം കഴിവ് പ്രകടിപ്പിക്കുന്നതാണ് ഒരു പ്രത്യേക കഴിവാണ്. പ്രത്യേക വിഷയത്തിലോ അല്ലെങ്കിൽ പ്രത്യേക പ്രവൃത്തിയിലോ മാത്രം കഴിവ് പ്രകടിപ്പിക്കുന്നതാണ് എസ് ഘടകം എന്ന് പറയുന്നത്, സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു കുട്ടി ഗണിതത്തിൽ മാത്രം വളരെ മിടുക്കൻ, പക്ഷെ മറ്റു വിഷയങ്ങളിൽ ശരാശരി. ഇവിടെ അവന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബുദ്ധിയാണ് ഉള്ളത്. അതുപോലെ മറ്റൊരാൾക്ക് സംഗീതത്തിൽ മാത്രമാണ് അസാധാരണ കഴിവ്, മറ്റൊരു കുട്ടിക്കാണെങ്കിൽ ചിത്രരചനയിൽ മാത്രമായിരിക്കും അസാധാരണമായിട്ടുള്ള കഴിവ്. അപ്പോൾ പൊതുവായ ഒരു ബുദ്ധി ഉള്ളതാണ് ജി ഫാക്ടർ എന്ന് പറയുന്നത്. എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുമിച്ച് അവന്റെ സ്വന്തം കഴിവിലൂടെ അവന് കൊണ്ടുപോകാൻ സാധിക്കുന്നു. എന്നാൽ പൊതുവായതിൽ നിന്ന് പ്രത്യേകമായ ഒരു കഴിവ്, ഒരു പ്രത്യേക വിഷയം അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിലേക്ക് മാത്രം അവന്റെ ആ കഴിവ് വരുന്നതിനെയാണ് നമ്മൾ സ്പെസിഫിക് എന്ന് പറയുന്നത്. അപ്പോൾ ജി ഫാക്ടർ എന്ന് പറയുന്നത് പൊതുബുദ്ധി, എസ് ഫാക്ടർ എന്ന് പറയുന്നത് പ്രത്യേക ബുദ്ധി. ജി ഫാക്ടർ എന്ന് പറയുന്നത് എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്നു. എസ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രവർത്തനത്തിന് മാത്രം സഹായിക്കുന്നതാണ്. ഇനി ജി ഫാക്ടർ എല്ലാ വിഷയങ്ങളിലും പ്രകടമാകും. എസ് ഫാക്ടർ ഒരു വിഷയത്തിലോ ഒരു കഴിവിലോ മാത്രമായിരിക്കും പ്രകടമാകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ദ്വിഘടക സിദ്ധാന്തം, സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തമാണ് നമ്മൾ ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട 2 ഘടകമാണ് ജി ഫാക്ടറും എസ് ഫാക്ടറും. ഇത് രണ്ടും എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് സംഘഘടക സിദ്ധാന്തം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. തേഴ്സ്റ്റന്റെ ആണ് അല്ലെ സംഘഘടക സിദ്ധാന്തം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന് പറയുന്നത് തേഴ്സ്റ്റന്റെ ആണ്. ബുദ്ധി ഒരൊറ്റ ഘടകമല്ല, പല പ്രാഥമിക മാനസിക കഴിവുകളുടെ കൂട്ടമാണെന്നാണ് തേഴ്സ്റ്റൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. 7 പ്രാഥമിക മാനസിക കഴിവുകൾ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഭാഷാബോധം, വാക്കുകളുടെ ഒഴുക്ക്, അതുപോലെ തന്നെ സംഖ്യാശേഷി, സ്ഥലബോധം, ഓർമ്മ, ഗ്രഹണവേഗം, യുക്തിചിന്ത, ഇതുപോലെ 7 പ്രാഥമിക മാനസിക കഴിവുകൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോ 7 പ്രാഥമിക മാനസിക കഴിവുകൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് തേഴ്സ്റ്റൻ. ഓരോ കഴിവും സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ഇവിടെ ബുദ്ധി ഒരൊറ്റ ഘടകമല്ല, പല പ്രാഥമിക മാനസിക കഴിവുകളുടെ കൂട്ടമാണെന്നാണ് ആര് പറഞ്ഞു വെച്ചിരിക്കുന്നത്? തേഴ്സ്റ്റൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സംഘഘടക സിദ്ധാന്തം ആരുടേതാണ്? സംഘഘടക സിദ്ധാന്തം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തേഴ്സ്റ്റൻ ആണ്. ഓക്കെ, ഇനി അടുത്ത
അടുത്തൊരു തിയറിയാണ് ബഹുഘടക സിദ്ധാന്തം. നിങ്ങൾക്ക് എപ്പോഴും മാറിപ്പോവാൻ ചാൻസ് ഉള്ളതാണ് ബഹുഘടക സിദ്ധാന്തവും ബഹുമുഖ ബുദ്ധിയും. രണ്ടും രണ്ടാണ്. ബഹുഘടക സിദ്ധാന്തം എന്ന് പറയുന്ന മൾട്ടി ഫാക്ടർ തിയറിയാണ്. എന്നാൽ ബഹുമുഖ ബുദ്ധി എന്ന് പറയുന്നത് വേറെയാണ്. ഓക്കെ, മൾട്ടി ഇന്റലിജൻസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോ നമ്മളിവിടെ ബഹുഘടക സിദ്ധാന്തമാണ് നോക്കുന്നത്. ആരാണ് ബഹുഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത്? എഡ്വേർഡ് തോൺടേക്ക് ആണ് ബഹുഘടക സിദ്ധാന്തത്തിന്റെ ആവിഷ്കർത്താവ് എന്ന് പറയുന്നത്. എന്താണ് ബഹുഘടക സിദ്ധാന്തം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ബഹുഘടക സിദ്ധാന്തം, അതിനു മുന്നേ നിങ്ങൾ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യണം. ഏകഘടക സിദ്ധാന്തത്തിന് മൊനാർക്കിക് തിയറി എന്ന പേര് കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊനാർക്കിക് തിയറി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എനിക്കറിയില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. ഏകഘടക സിദ്ധാന്തം, നമ്മുടെ ആൽഫ്രഡ് ബീനയുടെ ഏകഘടക സിദ്ധാന്തത്തിന് മൊനാർക്കിക് തിയറി എന്ന പേര് കൂടി ഉണ്ട്. ഇനി ബഹുഘടക സിദ്ധാന്തത്തിലേക്ക് വരുമ്പോൾ ബഹുഘടക സിദ്ധാന്തത്തിന് അനാർക്കിക് തിയറി എന്ന പേര് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബഹുഘടക സിദ്ധാന്തം മൾട്ടി ഫാക്ടർ തിയറി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എഡ്വേർഡ് തോൺടേക്ക് ആണ്. ഇദ്ദേഹത്തിന്റെ ഈ തിയറി അനാർക്കിക് തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ അദ്ദേഹം പറയുന്നത് ബുദ്ധി നിരവധി ചെറിയ കഴിവുകളുടെ സംയോജനമാണ് എന്നാണ്. ബുദ്ധി നിരവധി ചെറിയ കഴിവുകളുടെ സംയോജനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തോൺടേക്ക് പറഞ്ഞ 3 ബുദ്ധികൾ എന്ന് പറയുന്നത് അമൂർത്ത ബുദ്ധി, അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്, യാന്ത്രിക ബുദ്ധി, മെക്കാനിക്കൽ ഇന്റലിജൻസ്, സാമൂഹിക ബുദ്ധി, സോഷ്യൽ ഇന്റലിജൻസ്. അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്, മെക്കാനിക്കൽ ഇന്റലിജൻസ്, സോഷ്യൽ ഇന്റലിജൻസ്, ഇത് 3ഉം തോൺടേക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന ബുദ്ധികളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബുദ്ധി നിരവധി ചെറിയ കഴിവുകളുടെ സംയോജനമാണ് എന്നാണ്. ഒരാളുടെ ബുദ്ധി വിവിധ മേഖലകളിൽ വ്യത്യാസമായിരിക്കും അല്ലെ. പല പല മേഖലകളിലും ഒരാളുടെ ബുദ്ധി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത് ബുദ്ധി നിരവധി ചെറിയ കഴിവുകളുടെ സംയോജനമാണെന്നാണ്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് നല്ല കഴിവുണ്ടെങ്കിൽ അതേ ആള് തന്നെ മറ്റൊരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ കഴിവ് കുറഞ്ഞേക്കാം. അപ്പോൾ നിരവധി ചെറിയ കഴിവുകളുടെ സംയോജനമാണ് ബുദ്ധി എന്നാണ് തോൺടേക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 3 ബുദ്ധികൾ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്, മെക്കാനിക്കൽ ഇന്റലിജൻസ്, സോഷ്യൽ ഇന്റലിജൻസ് എന്നിവയാണ്. ഒരാളുടെ ബുദ്ധി വിവിധ മേഖലകളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ബുദ്ധിയുടെ ഘടനാ സിദ്ധാന്തം അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്, ഈ സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനം എന്താണ്? ആരുടേതാണ്? ജെ.പി. ഗിൽഫോർഡിൻ്റെതാണ് സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മൾ SOI അല്ലെങ്കിൽ SI തിയറി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ത്രിമുഖ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകും അല്ലെ. ത്രിമുഖ സിദ്ധാന്തം, SOI ഓർ SI തിയറി എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ഗിൽഫോർഡാണ് ജെ.പി. ഗിൽഫോർഡിന്റെ ആണ് എന്ത്? ബുദ്ധിയുടെ ഘടനാ സിദ്ധാന്തം, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് തിയറി. സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് തിയറി എന്ന് പറയുന്നത് ആരുടേതാണ്? ഗിൽഫോർഡിൻ്റെതാണ്. SOI തിയറി ഓർ SI തിയറി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ത്രിമുഖ സിദ്ധാന്തം എന്നൊരു പേര് ഇതിനുണ്ട്. ബുദ്ധിക്ക് 3 ഫേസസ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 3D പോലെ അദ്ദേഹം അതിനെ ചിത്രീകരിച്ചിട്ടൊക്കെ ഉണ്ട്. ഓപ്പറേഷൻ, കണ്ടന്റ്, പ്രൊഡക്റ്റ്, മാനസിക പ്രക്രിയ, ഉള്ളടക്കം, ഉൽപ്പന്നം എന്നിങ്ങനെ 3 തരത്തിലാണ് ത്രിമുഖ സിദ്ധാന്തം. അദ്ദേഹം 3 ഫേസസ് ബുദ്ധിക്ക് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഗിൽഫോർഡിന്റെ മാനസിക പ്രക്രിയയിൽ ഉൾപ്പെട്ടത് ഏത് എന്ന് ചോദിച്ചിട്ട് ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഓരോന്ന് തരും. എന്നിട്ട് നമ്മൾ അത് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഗിൽഫോർഡിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടത് ഏത്, ഉൽപ്പന്നത്തിൽ ഉൾപ്പെട്ടത് ഏത്, ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടത് താഴെ കൊടുത്തതിൽ ഏത് ഘടകമാണ്, അല്ലെങ്കിൽ കണ്ടന്റുമായി ബന്ധപ്പെട്ടത് ഏത് ഘടകമാണ്, പ്രോഡക്റ്റുമായി. അപ്പം നമ്മൾ ഓപ്പറേഷനിൽ ഇത്ര ഘടകങ്ങൾ, കണ്ടന്റിൽ ഇത്ര ഘടകങ്ങൾ, പ്രൊഡക്റ്റിൽ ഇത്ര ഘടകങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് തിയറി എന്ന് പറയുന്ന ഈ ഒരു തിയറി പഠിക്കാനുണ്ട്. 3 ഫേസസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അടുത്ത തിയറിയാണ് ട്രയാർക്കിക് തിയറി എന്ന് പറയുന്നത്. സ്റ്റേൺബർഗിന്റെ ആവിഷ്കർത്താവ് ആരാണ്? റോബർട്ട് സ്റ്റേൺബർഗ് ആണ് ട്രയാർക്കിക് തിയറിയുടെ ആവിഷ്കർത്താവ് എന്ന് പറയുന്നത്. ബുദ്ധി 3 പ്രധാന ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഏതൊക്കെ ഘടകങ്ങളാണ്? ആദ്യത്തേതാണ് വിശകലന ബുദ്ധി, രണ്ടാമത്തേത് സൃഷ്ടിപര ബുദ്ധി, മൂന്നാമത്തേത് പ്രായോഗിക ബുദ്ധി. ഇവ 3ഉം ഉൾക്കൊള്ളുന്നു എവിടെ? ബുദ്ധി. ഈ 3 പ്രധാന ഘടകങ്ങൾ ബുദ്ധിയിൽ ഉൾപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു സ്റ്റേൺബർഗ്. വിശകലന ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അനലിറ്റിക്കൽ ഇന്റലിജൻസ് ആണ് പ്രശ്നപരിഹരണ ശേഷി. ഇപ്പൊ നമ്മൾ പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിമിൽ പങ്കെടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ പ്രശ്നപരിഹരണമാണ് നടത്തുന്നത് അല്ലെ. ആ പ്രശ്നപരിഹരണ ശേഷിയാണ് വിശകലന ബുദ്ധി അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ബുദ്ധിയുടെ 3 പ്രധാന ഘടകങ്ങൾ. അതിൽ രണ്ടാമത്തേതാണ് സൃഷ്ടിപര ബുദ്ധി, ക്രിയേറ്റീവ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താനും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും ഒക്കെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ ഇതെല്ലാം നമ്മൾ ആവിഷ്കരിച്ച് അതുമായി പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സൃഷ്ടിപര ബുദ്ധി അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഇന്റലിജൻസ് ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ബുദ്ധി ഘടകമാണത്. ആരുടെയാണ്? സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറിയാണ് നമ്മൾ പറയുന്നത്. ഇനി മൂന്നാമത്തെ ഘടകമാണ് പ്രായോഗിക ബുദ്ധി, പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ജീവിത സാഹചര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുക, നല്ല രീതിയിൽ ആ സാഹചര്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നതൊക്കെ ഉൾപ്പെടുന്നത് പ്രായോഗിക ബുദ്ധിയിലാണ്. പ്രയോജനം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കണം അല്ലെ. പ്രയോഗിക്കാൻ സാധ്യമായതാണ് എന്ത്? പ്രായോഗിക ബുദ്ധി, പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. നമ്മളൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളുടെ പ്രായോഗികമായിട്ടുള്ളൊരു ഇടപെടൽ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതാണ് ജീവിത സാഹചര്യങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുക, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ പ്രായോഗികപരമായ രീതിയിൽ കൊണ്ടുപോവുക. ഇതൊക്കെ പ്രായോഗിക ബുദ്ധി, പ്രാക്ടിക്കൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറിയിൽ അദ്ദേഹം ബുദ്ധിയുടെ 3 ഘടകങ്ങളെ കുറിച്ച് പറയുന്നതിൽ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് അനലിറ്റിക്കൽ ഇന്റലിജൻസും, രണ്ടാമത്തേത് ക്രിയേറ്റീവ് ഇന്റലിജൻസും, മൂന്നാമത്തേത് പ്രാക്ടിക്കൽ ഇന്റലിജൻസുമാണ്. വിശകലന ബുദ്ധി, സൃഷ്ടിപര ബുദ്ധി, അതുപോലെ പ്രായോഗിക ബുദ്ധി. അപ്പൊ ഇതൊക്കെ ഏതിൽ പെടുന്നു? ആരുമായി ബന്ധപ്പെട്ടതാണ്? അദ്ദേഹം പറഞ്ഞ 3 ഘടകങ്ങളിൽ പെടുന്നത് ഏത്? ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. നെക്സ്റ്റ് ആണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിച്ചത് ബഹുഘടക സിദ്ധാന്തമാണ്. ഓക്കെ, ബഹുഘടക സിദ്ധാന്തമാണ്, അത് വേറെയാണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയാണ്. ആവിഷ്കർത്താവ് എന്ന് പറയുന്ന ഹോവാർഡ് ഗാർട്ട്നർ ആണ്. ഓക്കെ, ഹോവാർഡ് ഗാർട്ട്നറുടേതാണ് എന്ത്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആവിഷ്കരിച്ചത് ഹോവാർഡ് ഗാർട്ട്നർ ആണ്. ഓരോ വ്യക്തിക്കും വ്യത്യസ്ത തരത്തിലുള്ള ബുദ്ധികളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. 8 ബുദ്ധികളെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഭാഷാ ബുദ്ധി, ഗണിതപരമായ ബുദ്ധി, ദൃശ്യസ്ഥല ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി, വ്യക്തിബന്ധ ബുദ്ധി, അതുപോലെ ആത്മബോധ ബുദ്ധി, പ്രകൃതി ബുദ്ധി. ഈ രീതിയിൽ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഹോവാർഡ് ഗാർട്ട്നറുടേതാണ്. അദ്ദേഹം 8 ബുദ്ധികളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഓരോ വ്യക്തിക്കും വ്യത്യസ്ത തരത്തിലുള്ള ബുദ്ധികളുണ്ടെന്ന്. അദ്ദേഹത്തിന്റെ 8 ബുദ്ധികൾ ഏതായിരുന്നു? ശാരീരിക ചലനപര ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, യുക്തിപര ഗണിതപര ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി, ഭാഷാപരമായ ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, അസ്തിത്വപരമായ ബുദ്ധി. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് ഗിൽഫോർഡിന്റെ SOI തിയറിയെ കുറിച്ചിട്ട്, അദ്ദേഹത്തിന്റെ 3 ഫേസസിനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് വേറെ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആരുടേതാണ്? ഗാർട്ട്നറുടെ ഈ ബുദ്ധികളെ കുറിച്ചിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാനുണ്ട്. ട്രയാർക്കിക് തിയറിയുമായി ബന്ധപ്പെട്ട് സ്റ്റേൺബർഗിന്റെ പ്രധാനപ്പെട്ട 3 തലങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, വിശകലന ബുദ്ധി, ക്രിയേറ്റീവ് ഇന്റലിജൻസ്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതും നമുക്ക് വിശദീകരിച്ച് മറ്റൊരു വീഡിയോയിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ബുദ്ധി സിദ്ധാന്തങ്ങളെ പരിചയപ്പെട്ടു, ബുദ്ധി സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ച വ്യക്തികളെ പരിചയപ്പെട്ടു, അതെന്താണെന്ന് പരിചയപ്പെട്ടു. ഇനി ചില ബുദ്ധി സിദ്ധാന്തങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് നമുക്ക്